ശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ വളരെ ആസ്വദിച്ച് ശാലിനിയും ഫ്രണ്ടിലിരുത്തി സൈക്കിൾ അങ്ങനെ ഓടിക്കുകയാണ് വിഷ്ണു. എന്നിട്ട് പറയുകയാണ്, ഡോ ശാലിനി, ഈ സൈക്കിൾ യാത്ര ഇത്രയും സുഖകരമായ ഒരു യാത്രയാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നേ ഇല്ല. അന്നേരം അത് സമ്മതിച്ച് ശാലിനിയും പറയുകയാണ്, അതെ, ഇത്രയും സുഖകരമാണെന്ന് ഞാനും അറിഞ്ഞിരുന്നില്ല. അന്നേരം തനിക്ക് അങ്ങനെ തോന്നിയോ എന്ന് വിഷ്ണു ചോദിക്കുന്നു. ശാലിനി പറയുകയാണ്, അതെ, ഇത്രയും അറിഞ്ഞിരുന്നെങ്കിലേ ഞാനിതിൽ കയറില്ലായിരുന്നല്ലോ എന്ന് വിഷ്ണുവിനെ ഒന്ന് കളിയാക്കി പറയുകയാണ് ശാലിനി. അന്നേരം എന്നും പറഞ്ഞ് രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കി അങ്ങ് ചിരിക്കുന്നു. കുറേ നേരം കഴിഞ്ഞ ശേഷം ശാലിനി പറയുകയാണ്, അതെ, ഇങ്ങനെ ആമയെപ്പോലെ ഇഴഞ്ഞാലേ അവിടെ എത്താനായിട്ട് വൈകും. അന്നേരം വിഷ്ണു പറയുകയാണ്, എടോ, നമ്മൾ ഇങ്ങനെ സഞ്ചരിച്ചാൽ ഏകദേശം ഒരു 10 മിനിറ്റ് കൊണ്ട് നമ്മൾ അങ്ങ് എത്തും. നമുക്ക് കുറച്ച് റിലാക്സ് ഒക്കെ ചെയ്ത് ശുദ്ധവായുവൊക്കെ ശ്വസിച്ചങ്ങ് യാത്ര ചെയ്താൽ പോരെ. മനസ്സങ്ങ് റിലാക്സ് ചെയ്യുമ്പോഴേ പഠിച്ചതൊക്കെ പടപടയെന്ന് ഓർമ്മ വരും എന്നൊക്കെ വിഷ്ണു പറയുന്നുണ്ട്. അന്നേരം ശാലിനി പറയുകയാണ്, എൻ്റെ ബുദ്ധിക്ക് ഒരു കുഴപ്പവുമില്ല, ഇയാളുടെ ബുദ്ധിയാണ് കുറച്ചുകൂടി നന്നാവേണ്ടത്, തല നിറച്ച് കുരുട്ട് ബുദ്ധിയാണ്. അതിനുശേഷം വിഷ്ണു പാട്ടൊക്കെ പാടി ശാലിനിയും കൊണ്ട് അങ്ങനെ പോവുകയാണ്. അന്നേരം സൈക്കിളൊന്നും വെട്ടുന്നുണ്ട്. അന്നേരം ശാലിനി പറയുകയാണ്, എടോ നേരെ നോക്കി ഓട്ടിക്ക്. അന്നേരം വിഷ്ണു പറയുകയാണ്, സൈക്കിളല്ലേ, കുറച്ച് വെട്ടലൊക്കെ ആവും. അങ്ങനെ പിന്നെയും പാട്ടൊക്കെ പാടി ശാലിനിയുടെ കൈ പിടിച്ച് ബെല്ലൊക്കെ അടിച്ച് കുറേ നേരം അവരെങ്ങനെ ഓടിച്ചു പോകുന്നുണ്ട്. അതേസമയം അവരെ കാണുന്നില്ലല്ലോ എന്നും പറഞ്ഞ് അതുവഴി കാറും കൊണ്ടുവരുന്ന ബാലചന്ദ്രൻ ശാലിനിയുടെയും വിഷ്ണുവിൻ്റെയും നേരെ കാർ ഇടിക്കാനായിട്ട് പോകുന്നുണ്ട്. തുടർന്ന് സൈക്കിൾ വെട്ടിച്ച് മാറ്റുകയാണ് വിഷ്ണു. അന്നേരം റോഡിൻ്റെ മറു സൈഡിലേക്ക് വീഴുകയാണ് വിഷ്ണുവും ശാലിനിയും കൂടി. പെട്ടെന്ന് ശാലിനി എന്നും പറഞ്ഞ് ശാലിനി പിടിച്ച ശേഷം വണ്ടിയുടെ പിറകെ ഓടാൻ ശ്രമിക്കുകയാണ് വിഷ്ണു. എടാ നിർത്തടാ, നിന്നെ ഞാൻ പിന്നെ എടുത്തോളാം എന്നൊക്കെ വിഷ്ണു പറയുന്നുണ്ട്. അന്നേരം തൻ്റെ പ്ലാൻ വിജയിച്ച മട്ടിൽ നീ പരീക്ഷാ ഹാളിലേക്കല്ല, നീയൊക്കെ ഹോസ്പിറ്റലിലേക്ക് പോയെന്ന് വണ്ടി ഓടിച്ചു പോകുന്ന ബാലചന്ദ്രൻ പറയുന്നുണ്ട്. അതേസമയം റോഡിൻ്റെ സൈഡിൽ തന്നെ എഴുന്നേറ്റിരിക്കുകയാണ് ശാലിനി. കൈയൊക്കെ മുറിഞ്ഞിട്ടുണ്ട് നന്നായിട്ട്. അന്നേരം ശാലിനി വന്നേ, എങ്ങനെയുണ്ടെന്ന് വിഷ്ണു ചോദിക്കുന്നുണ്ട്. അത് കൈ മുറിഞ്ഞിട്ടുണ്ട്, എന്താണെന്ന് അറിയുന്നില്ല, നല്ല വേദനയുണ്ടെന്നൊക്കെ കരഞ്ഞുകൊണ്ട് പറയുകയാണ് ശാലിനി. എടോ വാ, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാമെന്ന് വിഷ്ണു പറയുകയാണ്. അന്നേരം എൻ്റെ പരീക്ഷ എന്ന് ശാലിനി ചോദിക്കുന്നു. എടോ, പരീക്ഷയാണോ വലുത്, കൈക്ക് വല്ല പൊട്ടലോ ഒടിവോ ഒക്കെ ഉണ്ടെങ്കിലോ, വാ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം എന്ന് പറഞ്ഞ് വിഷ്ണു അങ്ങ് എഴുന്നേൽക്കുകയാണ്. അന്നേരം കൈയൊക്കെ പിടിച്ച് ഇരിക്കുന്ന ശാലിനി പെട്ടെന്ന് ആലോചിക്കുന്നത് ശാരദാമ്മ തന്നോട് പറഞ്ഞ കാര്യങ്ങളാണ്. താൻ കളക്ടറാകണം, അത് അമ്മയുടെ വലിയ മോഹമാണ് എന്നൊക്കെ പറഞ്ഞത്. ഗോപാലേട്ടൻ്റെ കൺമുന്നിലൂടെ നീ കളക്ടർ ബോർഡ് വെച്ച വണ്ടിയിൽ പോകണം, ഇല്ലെങ്കിൽ 18 കൊല്ലം ഈ ശാരദയും മക്കളുമൊക്കെ തീ ഊതിയത് വെറുതെ ആയിപ്പോകും എന്നൊക്കെ ശാരദാമ്മ പറഞ്ഞത് ഓർത്തിരിക്കുകയാണ് ശാലിനി. തുടർന്ന് ശാലിനിയെ പിടിച്ചെഴുന്നേൽപ്പിക്കുകയാണ് വിഷ്ണു. എന്നിട്ട് ശാലിനി പറയുകയാണ്, പരീക്ഷ തന്നെയാണ് എനിക്ക് പ്രധാനം, കൈയല്ല. എടോ, താൻ എന്തോ കൈ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ വിഷ്ണു പറയുകയാണ്, താൻ ഇനി ഒന്നും പറയണ്ട, എനിക്ക് എന്തായാലും പരീക്ഷയ്ക്ക് പോകണം. തുടർന്ന് വിഷ്ണു പറയുകയാണ്, എങ്കിലേ ഞാൻ എന്തെങ്കിലും പെയിൻ കില്ലർ വാങ്ങിക്കൊണ്ടുവരാം, അന്നേരം സമയം പോകില്ലേ, പരീക്ഷയ്ക്ക് സമയമായെന്നൊക്കെ ശാലിനി പറയുന്നുണ്ട്. വിഷ്ണു പറയുകയാണ്, എടോ, അതൊന്നുമില്ല, ഇവിടെ എവിടെയെങ്കിലും മെഡിക്കൽ ഷോപ്പ് കാണും, ഇതെങ്കിലും താനൊന്ന് സമ്മതിക്കുക, ഞാൻ പെട്ടെന്ന് പോയിട്ട് വരാം എന്നും പറഞ്ഞ് സൈക്കിളും എടുത്ത് പോവുകയാണ് വിഷ്ണു. അതേസമയം വണ്ടി ഓടിച്ചു പോകുന്ന ബാലചന്ദ്രൻ കരുതുകയാണ്, ഇനി ഹോസ്പിറ്റലും എക്സ്റേയും സ്കാനിങ്ങും ഒക്കെ ആയിട്ട് നിന്റെ ഇന്നത്തെ ദിവസം അങ്ങ് കഴിഞ്ഞോളും, നമ്മളോടാണ് കളി, നിന്റെ IAS മോഹമൊക്കെ പൊലിഞ്ഞു മോളെ എന്നൊക്കെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്. തുടർന്ന് വിഷ്ണു മരുന്നൊക്കെ ആയിട്ട് വരികയാണ്. എന്നിട്ട് ആദ്യം വെള്ളം എടുത്ത് കൊടുക്കുന്നുണ്ട് ശാലിനിക്ക്. തുടർന്ന് പെയിൻ കില്ലർ കൊടുക്കുകയാണ് കഴിക്കാനായിട്ട്. എന്നിട്ട് തുണിയൊക്കെ എടുത്തിട്ട് മരുന്ന് വെച്ച് കെട്ടണം എന്ന് പറയുന്നു. ശാലിനി കൈ നീട്ടുന്നുണ്ട്. വിഷ്ണു പതിയെ മരുന്ന് പുരട്ടുമ്പോൾ വേദന എടുക്കുകയാണ് ശാലിനിക്ക്. പതിയെ കുറയും, ഈ പെയിൻ കില്ലർ ഇന്നുകൂടി കഴിക്കണം, നാളെയും കഴിക്കണം എന്നൊക്കെ ഇടയ്ക്ക് വിഷ്ണു പറയുന്നുണ്ട്. തുടർന്ന് മുറിവിൽ മരുന്ന് വെച്ച് കെട്ടിയ ശേഷം അവരവിടെ നിന്നും പുറപ്പെടുന്നു. തുടർന്ന് അവർ പരീക്ഷാ കേന്ദ്രത്തിലേക്ക് എത്തുകയാണ്. എക്സാം തുടങ്ങാറായെന്ന് തോന്നുന്നു. എല്ലാവരും ഹാളിലേക്ക് കയറി എന്നും പറഞ്ഞ് പെട്ടെന്ന് പോകാനൊരുങ്ങുമ്പോൾ മറ്റേ കൈ കൊണ്ട് മുറിവിൽ തട്ടുകയാണ് ശാലിനിക്ക്. പെട്ടെന്ന് ശാലിനിക്ക് അങ്ങ് വേദന എടുക്കുന്നുണ്ട്. അന്നേരം വിഷ്ണു ചോദിക്കുന്നുണ്ട്, എടോ, തനിക്ക് ഈ കൈ കൊണ്ട് എക്സാം എഴുതാനായിട്ട് കഴിയുമോ? അന്നേരം ശാലിനി പറയുകയാണ്, എൻ്റെ ഒരുപാട് കാലത്തെ സ്വപ്നമാണ് കൈ വേദന എന്ന് പറഞ്ഞ് എഴുതാതെ ഇരിക്കാൻ പറ്റില്ല. ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ, ശ്രമിക്കാതിരുന്നിട്ട് പിന്നെ എഴുതാൻ പറ്റിയില്ല എന്നൊരു പശ്ചാത്താപം വേണ്ടല്ലോ, എടോ താൻ എന്നൊക്കെ അന്നേരം വിഷ്ണു പറയുന്നുണ്ട്. അന്നേരം വിഷ്ണുവിനെ ആശ്വസിപ്പിക്കുകയാണ് ശാലിനി. തുടർന്ന് വിഷ്ണു തന്നെ ശാലിനിയുടെ ഫയൽ വാങ്ങി ഹാൾ ടിക്കറ്റൊക്കെ എടുത്തു കൊടുക്കുകയാണ്. വിഷ്ണുവിനെ മൊബൈലൊക്കെ ശാലിനി തിരിച്ചേൽപ്പിക്കുന്നുണ്ട്. എന്നിട്ട് വിഷ്ണു പറയുകയാണ്, എടോ, താൻ പരീക്ഷ എഴുതി കഴിയുമ്പോഴേക്കും ഞാൻ ബുള്ളറ്റ് നന്നാക്കി കൊണ്ടുവരാം. തുടർന്ന് ശാലിനി
ഹാളിലേക്ക് കയറാൻ തുടങ്ങുമ്പോൾ എടോ എന്ന് വിളിച്ചിട്ട് ബെസ്റ്റ് വിഷസ് എന്ന് പറയുകയാണ് വിഷ്ണു. അന്നേരം വിഷ്ണുവിനെ നോക്കി നന്നായി ചിരിക്കുകയാണ് ശാലിനി. അന്നേരം വിഷ്ണു മനസ്സിൽ കരുതുകയാണ്, എടോ ഈ പരീക്ഷ താൻ എന്തായാലും ജയിക്കും. ആദ്യത്തെ പരീക്ഷ ഞാൻ കാരണമല്ലേ മുടങ്ങിപ്പോയത്, ഇതെന്തായാലും ജയിച്ചിരിക്കും. അന്ന് തോറ്റതിൽ തന്നെ പരിഹസിച്ചവരുടെയൊക്കെ മുമ്പിൽ ജില്ലാ കളക്ടറുടെ ബോർഡ് വെച്ച് താൻ എന്തായാലും വന്നിറങ്ങും. അന്ന് തന്നെ ചേർത്ത് നിർത്തി ഞാൻ അവരോടൊക്കെ പറയും, ഇതാണ് എൻ്റെ ഭാര്യ, അവളെ കണ്ടു പഠിക്കുന്നു. അങ്ങനെയൊക്കെ ഓർത്ത് വെളിയിൽ നിൽക്കുകയാണ് വിഷ്ണു. അന്നേരം ശാലിനി വിഷ്ണുവിനെ തിരിഞ്ഞ് നോക്കി ഹാളിലേക്ക് കയറി പോവുകയാണ്. തുടർന്ന് പരീക്ഷ എഴുതുകയാണ് ശാലിനി. അന്നേരം കുറച്ച് കഴിഞ്ഞ ശേഷം ശാലിനി ഓർക്കുകയാണ്, അന്ന് താൻ എക്സാമിന് തോറ്റപ്പോൾ സുസ്മിത തന്നെ മാലയിട്ട് അപമാനിച്ചതും തുടർന്ന് തലേ ദിവസം വിഷ്ണു തനിക്ക് പഠിക്കാനായി ജീപ്പിൻ്റെ ഹെഡ്ലൈറ്റ് ഓണാക്കി തന്നതും കട്ടൻ കാപ്പി ഇട്ട് തന്നതും ഒക്കെ. തുടർന്ന് ശാലിനി മനസ്സിൽ കരുതുകയാണ്, ഈ പരീക്ഷ ഞാൻ എന്തായാലും ജയിക്കും വിഷ്ണുവേട്ടാ. ഇത് അമ്മയുടെയും കുടുംബശ്രീയുടെയും മാത്രം സ്വപ്നമല്ല, വിഷ്ണുവേട്ടൻ്റെ കൂടിയാണ്. ഇതെന്തായാലും എനിക്ക് ജയിച്ചേ പറ്റൂ. തുടർന്ന് വളരെയധികം ആത്മവിശ്വാസത്തോടു കൂടി പരീക്ഷ എഴുതുകയാണ് ശാലിനി. അതേസമയം ബുള്ളറ്റൊക്കെ ശരിയാക്കിക്കൊണ്ടുവന്ന് ശാലിനി പരീക്ഷ വരുന്നതും പുറത്ത് കാത്തു നിൽക്കുകയാണ് വിഷ്ണു. തുടർന്ന് കാണിക്കുന്നത് സത്യഭാമ ശാലിനിയെ ഫോൺ ചെയ്യുകയാണ്. വിഷ്ണു പോക്കറ്റിൽ നിന്ന് ഫോൺ എടുക്കുമ്പോൾ, അയ്യോ അമ്മയാണല്ലോ, അമ്മ എന്തിനാ ശാലിനി വിളിക്കുന്നത് എന്നും പറഞ്ഞ് വിഷ്ണു കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. ഫോൺ എടുക്കാതിരിക്കാൻ മാത്രം അവൾക്ക് അത്രയ്ക്ക് അഹങ്കാരമോ, ഫോൺ എടുത്തില്ല എന്ന് കരുതി അവളെ ഞാൻ വിടുമെന്ന് കരുതിയോ എന്നും പറഞ്ഞ് വീണ്ടും ഫോൺ ചെയ്യുകയാണ് ഭാമ. എന്തായാലും അറ്റൻഡ് ചെയ്യാം എന്ന് പറഞ്ഞ് ഫോൺ എടുക്കുകയാണ് വിഷ്ണു. അന്നേരം ദേഷ്യത്തോടു കൂടി ഭാമ ചോദിക്കുകയാണ്, എന്താടി ഫോൺ എടുത്തില്ലെങ്കിൽ ഞാനങ്ങ് വിട്ട് കളയുമെന്ന് നീ കരുതിയോ? വൈകിട്ടത്തെ അഗ്നിസത്യ പരീക്ഷയുടെ കാര്യം നീ എന്തായാലും മറക്കണ്ട. അങ്ങനെയൊന്നും നിന്നെ ഞാനങ്ങ് വിടില്ല, ഒരുങ്ങിക്കോ എന്ന് പറഞ്ഞങ്ങ് ഫോൺ കട്ട് ചെയ്യുന്നു സത്യഭാമ. അന്നേരം ഒന്നും മിണ്ടാതെ തന്നെ അതെല്ലാം കേട്ട് നിൽക്കുകയാണ് വിഷ്ണു. അതേസമയം വിഷ്ണു ചിന്തിക്കുകയാണ്, സത്യപരീക്ഷയോ, അമ്മ എന്താണെന്ന് പറഞ്ഞത് ഒന്നും മനസ്സിലായില്ലല്ലോ. അതേസമയം എക്സാം കഴിഞ്ഞ് പുറകിലൂടെ വരികയാണ് ശാലിനി. വിഷ്ണുവിൻ്റെ തോളിൽ വന്ന് ഹാൾ ടിക്കറ്റ് കൊണ്ട് അടിക്കുമ്പോഴാണ് വിഷ്ണു ചിന്തയിൽ നിന്നും ഉണരുന്നത്. അമ്മ എന്താണ് പറഞ്ഞതെന്ന് ഓർത്തു നിൽക്കുകയായിരുന്നു വിഷ്ണു. അന്നേരം ശാലിനിയെ കണ്ട ആവേശത്തിൽ, എടോ പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുന്നു. അന്നേരം പഠിച്ചതൊക്കെ തന്നെയാണ് വന്നത്, എന്തായാലും തുണ്ടിൻ്റെ ആവശ്യം വന്നില്ല എന്ന് ശാലിനി പറയുന്നു. തുടർന്ന് വിഷ്ണുവിൻ്റെ മുഖം ശ്രദ്ധിച്ചിട്ട്, എന്താ തനിക്കൊരു ക്ലിയർ ഇല്ലാത്തത്, ഇതിനിടയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് ചോദിക്കുന്നു. അന്നേരം വിഷ്ണു പറയുകയാണ്, അമ്മ വിളിച്ചിരുന്നു, അന്നേരം കോൾ അറ്റൻഡ് ചെയ്തോ എന്ന് ശാലിനി തിരക്കുന്നുണ്ട്. വിഷ്ണു പറയുകയാണ്, ആദ്യം ഞാൻ അറ്റൻഡ് ചെയ്തില്ല, രണ്ടാമത് പക്ഷേ എടുത്തു. അന്നേരം സത്യാമ്മ എന്താ പറഞ്ഞതെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം വിഷ്ണു ഒന്നും മനസ്സിലാകാതെ അങ്ങ് പറയുകയാണ്, എന്താണെന്ന് എനിക്കങ്ങോട്ട് മനസ്സിലായില്ല, ഇവിടെ സിഗ്നൽ ഇല്ലായിരുന്നോ? അതേസമയം ആകെ ഒന്ന് പരിഭ്രമിച്ച് ശാലിനി പറയുകയാണ് വിഷ്ണുവിനെ ഒഴിവാക്കാൻ വേണ്ടി, അതെ എനിക്ക് വല്ലാതെ ദാഹിച്ചിട്ട് വയ്യ, കുറച്ച് വെള്ളം കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. അന്നേരം വിഷ്ണു പറയുകയാണ്, ആഹാ ഇവിടെ എവിടെയെങ്കിലും വെള്ളം കാണും, ഞാൻ പോയി എടുത്തുകൊണ്ട് വരാം എന്നും പറഞ്ഞ് വിഷ്ണു പോകാൻ തുടങ്ങിയാണ്. അന്നേരം ബുള്ളറ്റിൻ്റെ മുടന്തൊക്കെ മാറിയോ എന്ന് ശാലിനി തിരക്കുന്നുണ്ട്. അതൊക്കെ എപ്പോഴേ മാറി, ആ സൈക്കിൾ മാമന് ഞാൻ സൈക്കിൾ തിരിച്ചു കൊടുക്കുകയും ചെയ്തു എന്നും പറഞ്ഞ് ശാലിനിക്ക് വെള്ളം എടുക്കാനായി പോവുകയാണ് വിഷ്ണു. തുടർന്ന് ശാലിനി സത്യഭാമയെ ഫോൺ ചെയ്ത് എന്തിനാണ് വിളിച്ചതെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം വൈകിട്ടത്തെ കാര്യം ഒന്നുകൂടി ഓർമ്മിപ്പിക്കാനാണെന്ന് ഭാമ പറയുന്നു. എന്നിട്ട് ചോദിക്കുകയാണ്, നേരത്തെ വിളിച്ചപ്പോൾ നീ എന്താ ഒന്നും മിണ്ടാതിരുന്നത്? അന്നേരം ശാലിനി പറയുകയാണ്, അത് എനിക്കൊന്നും മനസ്സിലായില്ല, സിഗ്നൽ ക്ലിയർ അല്ലായിരുന്നു. അന്നേരം ഭാമ പറയുകയാണ്, വൈസ് ചാൻസലറുടെ തിരഞ്ഞെടുപ്പിനെ കുറിച്ചൊന്നും എനിക്ക് നിന്നോട് സംസാരിക്കാനില്ല. ഈ ഒരു കാര്യം മാത്രം നോക്ക്, വൈകുന്നേരം കാളിക്ഷേത്രം സത്യപരീക്ഷ, ഈ ഒരു കാര്യം മാത്രം നീ വന്നിരിക്കണം എന്ന് പറയുകയാണ് ഭാമ. ഇതിനകത്ത് നീ എന്തെങ്കിലും മായത്തരം കാണിക്കാൻ ശ്രമിച്ചാലുണ്ടല്ലോ, പിന്നെ വിഷ്ണു എന്തായാലും ഈ കാര്യം അറിയരുത് എന്നൊക്കെ ഭാമ പറയുമ്പോൾ അതൊക്കെ സമ്മതിക്കുന്നുണ്ട് ശാലിനി. തുടർന്ന് വെള്ളവുമായി വരുന്ന വിഷ്ണു ശാലിനിക്ക് കൊടുക്കുകയാണ്. അത് വാങ്ങി കുടിക്കുന്നു ശാലിനി. അന്നേരം ശാലിനി ചിന്തിക്കുന്നത് സത്യഭാമ വിളിച്ചതും പറഞ്ഞതും ഒക്കെയാണ്. വിഷ്ണു എന്നിട്ട് ദാഹം തീർന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ തീർന്നോ എന്ന് വിഷ്ണു പറയുന്നതെന്ന് ശ്രദ്ധിക്കാതെ പറയുകയാണ് ശാലിനി. തുടർന്ന് പോകാമെന്ന് പറഞ്ഞ് വണ്ടിയിൽ കയറുകയാണ് ശാലിനി. അതേസമയം വണ്ടി ഓടിച്ച് പോകുന്ന വിഷ്ണുവും ചിന്തിക്കുന്നത് സത്യഭാമ പറഞ്ഞ കാര്യങ്ങളാണ്. വൈകിട്ടത്തെ സത്യപരീക്ഷയുടെ കാര്യം മറക്കണ്ട, നിന്നെ അങ്ങനെ ഞാൻ വിടില്ല എന്നൊക്കെ പറഞ്ഞത്. ശാലിനിയും അത് തന്നെ ചിന്തിക്കുകയാണ്. അങ്ങനെ വിഷ്ണു വണ്ടി ഓടിച്ച് ശാലിനിയും കൊണ്ട് പോകുന്നു. ഇത്രയും ആകുമ്പോഴേക്കും നാളത്തെ പുതിയ എപ്പിസോഡ് അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക്